ഹായ് വെൽക്കം. ഞാൻ ദിലീപ്. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു നാടൻ ഫുഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കൊരു മത്തങ്ങ കറി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 1/4 കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല നീളത്തിൽ ഈ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് ചെറുള്ളി എടുത്തിട്ടുണ്ട്. ചെറുള്ളി അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു 10-15 ചെറുള്ളി എടുക്കാം. പിന്നെ 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയെടുക്കാം. പിന്നെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ നന്നായിട്ടൊന്ന് ചിരകി ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് കറി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുക്കാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ സ്റ്റൗ ഒന്ന് ഓൺ ആക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ തേങ്ങ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ തേങ്ങ നമ്മളൊരു ചെറിയ ജാറിലേക്ക് മാറ്റി അതിലേക്ക് ഒരു 1/2 സ്പൂണ് ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഓക്കെ, അപ്പോഴേക്കും നമ്മുടെ മത്തൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഉടഞ്ഞു പോവാതെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മത്തൻ വെന്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, കറിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ, ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിപ്പോൾ ഉപ്പും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമ്മളത് വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാന് അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു 2-3 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്യാം. അതിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് നമ്മുടെ മത്തങ്ങ വേവിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ഒന്ന് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കറിയിലേക്ക് ഇതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഓക്കെ, നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മത്തങ്ങ കറി ഇവിടെ റെഡി. ഓക്കെ, അപ്പോൾ മത്തങ്ങ കറി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് വഴിയൊക്കെ ഒന്ന് അറിയിച്ചേക്കണേ.